140 മണ്ഡലങ്ങളിലെയും പോരാട്ട ചിത്രം തെളിഞ്ഞു. സ്കൂൾ പരീക്ഷാകാലം കഴിഞ്ഞുവരുന്ന രാഷ്ട്രീയ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത 890 സ്ഥാനാർത്ഥികൾ. എറണാകുളം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് 85 സ്ഥാനാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം വ്യാഴാഴ്ച അവസാനിച്ചതോടെയാണ് 140 മണ്ഡലങ്ങളിലെയും പോരാട്ട ചിത്രം തെളിഞ്ഞത്. ആകെ 1254 പേർ പത്രികകൾ സമർപ്പിച്ചെങ്കിലും സൂക്ഷ്മ പരിശോധനയിൽ 209 പേരുടേത് തള്ളിയിരുന്നു. വ്യാഴാഴ്ച വരെ 95 പേരാണ് പത്രിക പിൻവലിച്ചത്. കോവിഡ് സാഹചര്യത്തിലുണ്ടായ നിയന്ത്രണങ്ങൾക്കിടെ നടന്ന 2021 തെരഞ്ഞെടുപ്പിൽ പോലും 957 പേർ മത്സരിക്കാൻ സന്നദ്ധരായിരുന്നു. 678 പേർ മത്സരിച്ചു. UDF വിജയിച്ച 2001 മാത്രമാണ് ഇപ്പോഴത്തേക്കാൾ കുറവ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്. സ്ഥാനാർത്ഥികളുടെ എണ്ണപ്പെരുപ്പം കൊണ്ട് കൊടുവള്ളി മണ്ഡലമാണ് ഏറ്റവും മുന്നിൽ. 13 പേരാണ് കൊടുവള്ളി മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. തിരുവനന്തപുരം, പേരാവൂർ, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ 11 പേർ മത്സരക്കളത്തിലുണ്ട്. നേമം, ചങ്ങനാശ്ശേരി, കളമശ്ശേരി, മണലൂർ, പേരാമ്പ്ര, കോഴിക്കോട് നോർത്ത്, കൽപ്പറ്റ, തളിപ്പറമ്പ് എന്നീ 8 മണ്ഡലങ്ങളിൽ 10 വീതം സ്ഥാനാർത്ഥികളുണ്ട്. ബാക്കി മണ്ഡലങ്ങളിലെല്ലാം തന്നെ 10-ൽ താഴെയാണ് എണ്ണം. ചവറ, കായംകുളം, നാട്ടിക, മാനന്തവാടി എന്നീ മണ്ഡലങ്ങളിൽ എണ്ണം കൊണ്ടും ത്രികോണ പോരാട്ടമാണ്. 3 മുന്നണി സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇവിടെ മത്സരിക്കുന്നത്. ആകെ സ്ഥാനാർത്ഥികൾ 16-ൽ താഴെ ആയതിനാൽ ഒരു മണ്ഡലത്തിലും 1-ൽ കൂടുതൽ ബാലറ്റ് യൂണിറ്റിന്റെ ആവശ്യമില്ല. എറണാകുളം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ശേഷിക്കുന്നത് 85 സ്ഥാനാർത്ഥികളാണ്. 8 പേർ പത്രിക പിൻവലിച്ചു. ഏറ്റവുമധികം സ്ഥാനാർത്ഥികളുള്ളത് തൃപ്പൂണിത്തുറയിലാണ്. 9 പേരാണ് ഇവിടെ മത്സരിക്കുന്നത്. മന്ത്രി പി രാജീവ് മത്സരിക്കുന്ന കളമശ്ശേരിയിൽ 8 പേർ രംഗത്തുണ്ട്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലുവയിലും മൂവാറ്റുപുഴയിലുമാണ്. 4 പേർ വീതം. കോതമംഗലം, അങ്കമാലി, പറവൂർ, പിറവം എന്നീ മണ്ഡലങ്ങളിൽ 7 പേർ വീതവും, പെരുമ്പാവൂർ, വൈപ്പിൻ എന്നീ മണ്ഡലങ്ങളിൽ 6 പേർ വീതവും, തൃക്കാക്കര, എറണാകുളം, കുന്നത്തുനാട്, കൊച്ചി എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ 5 പേർ വീതവുമാണ് സ്ഥാനാർത്ഥികൾ. 7 വനിതകൾ മാത്രമാണ് മത്സരരംഗത്തുള്ളത്. ജില്ലയിലെ അരൂരിൽ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇവിടെ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ വനിതകളാണ്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.